മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഇന്ന് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലായിരുന്നു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ കോതമംഗലം, രാജാക്കാട്, കട്ടപ്പന എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രി പരിപാടികളിൽ പങ്കെടുത്തത്. ബിജെപി ശ്രമിക്കുന്നത് രാഷ്ട്രത്തെ തകർക്കാനാണെന്നും ആ ശ്രമത്തെ തകർക്കാൻ നമുക്കാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജോസൽ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് പത്രിക സമർപ്പിച്ച ഇന്നു തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എത്തിയത്. രാവിലെ 10 മണിയോടുകൂടിയാണ് ജോയ്സ് ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി പുറപ്പെട്ടത്. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസായ M ജിനദേവ മന്ദിരത്തിൽ നിന്നും പുറപ്പെട്ട അദ്ദേഹം ഇടുക്കി കൊലുമ്പൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. അവിടെ വെച്ച് കൊലുമ്പൻ്റെ പിൻഗാമികൾ അദ്ദേഹത്തെ തിലകക്കുറി അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് കളക്ടറേറ്റിലെത്തിയ ജോയ്സ് ജോർജ് 3 സെറ്റ് പത്രികയാണ് കളക്ടർ ഷീബ ജോർജിന് മുമ്പിൽ സമർപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ പരിപാടി ഇന്ന് കോതമംഗലത്താണ് രാവിലെ 11 മണിക്ക് ആരംഭിച്ചത്. അതിനുശേഷം രാജാക്കാട് 3 മണിക്ക് രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടത്തപ്പെട്ടു. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി കട്ടപ്പനയിൽ എത്തിച്ചേർന്നത്. കട്ടപ്പനയിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഇന്ത്യയുടെ സമകാലിക രാഷ്ട്രീയത്തെയും അതുപോലെ തന്നെ ഇടുക്കിയുടെ രാഷ്ട്രീയത്തെയുമെല്ലാം വളരെ വ്യക്തമായി പ്രതിപാദിച്ചാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം അവസാനിച്ചത്. അതിനുശേഷം LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചു.